സംസ്ഥാനത്ത് ചില മഹൽ കമ്മിറ്റികൾ ചില കുടുംബങ്ങൾക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുന്നതായും അവകാശങ്ങൾ നിഷേധിക്കുന്നതായും കേരള സംസ്ഥാന വഖഫ് ബോർഡ്. ഇത്തരം സമീപനങ്ങൾ ആവർത്തിക്കരുതെന്ന് കാട്ടി മഹൽ കമ്മിറ്റികൾക്ക് വഖഫ് ബോർഡ് നിർദ്ദേശം നൽകി. ഊരുവിലക്കടക്കമുള്ള പ്രവൃത്തികൾ ആവർത്തിച്ചാൽ ക്രിമിനൽ കേസടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും വഖഫ് ബോർഡ് വ്യക്തമാക്കി. വ്യക്തികളുടെ ഭരണഘടനാപരവും പൗരാവകാശ മനുഷ്യാവകാശ ലംഘനവുമാണ് ഊരുവിലക്കടക്കമുള്ള നടപടികളിലൂടെ ചില മഹൽ കമ്മിറ്റികൾ കൈക്കൊള്ളുന്നതെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നിലപാടുമായി വഖഫ് ബോർഡ് രംഗത്തെത്തിയത്. ചില മഹലുകളിലെ കുടുംബങ്ങൾക്ക് തുല്യമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതായും പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ ഊരുവിലക്ക് ഏർപ്പെടുത്തുന്നതായും വഖഫ് ബോർഡ് കണ്ടെത്തി. മരണാനന്തര ചടങ്ങ് നടത്തുന്നതിന് തടസ്സം സൃഷ്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായും അനാവശ്യമായി മഹലിൽ നിന്ന് പുറത്താക്കൽ, വിവാഹം നടത്തി കൊടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കൽ, മരണാനന്തര ചടങ്ങിന് ചട്ടവിരുദ്ധമായി ഭീമമായ തുക ഈടാക്കൽ എന്നീ സമീപനങ്ങളും പല മഹൽ കമ്മിറ്റികളിൽ നിന്നും ഉണ്ടായതായും വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. മദ്രസ വിദ്യാഭ്യാസം ചില കുട്ടികൾക്ക് നിഷേധിച്ചതടക്കമുള്ള ന്യായീകരിക്കാനാവാത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടെത്തുകയും ഈ വിഷയം ഹൈക്കോടതിയിലടക്കം എത്തുകയും ചെയ്തിട്ടുള്ളതായും വഖഫ് ബോർഡ് വ്യക്തമാക്കി. എല്ലാ മഹല്ലുകളിലേക്കും അറിയിപ്പ് നൽകുകയാണ്. ഇത്തരത്തിൽ മെമ്പർമാരുടെ അവരുടെ കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു തീരുമാനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചേർന്ന ബോർഡ് യോഗം എല്ലാ മഹല്ല് ഭാരവാഹികൾക്കും ഇതിന്റെ സർക്കുലറുകളിൽ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ആ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പോയാലോ വഖഫ് ആക്ട് പ്രകാരം പ്രോസിക്യൂഷൻ നടപടി നടത്തുന്നതിന് ബോർഡിന് അധികാരമുണ്ട്. ഊരുവിലക്ക്, ഭ്രഷ്ട് കൽപ്പിക്കൽ, മാറ്റി നിർത്തൽ എന്നിവ നിയമവിരുദ്ധമാണെന്നും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്ന മഹൽ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ കേസ് അടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും വഖഫ് ബോർഡ് ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. ജനം, കൊച്ചി.